ഹലോ മക്കൾസ്, വെൽക്കം ടു എജുപുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എടാ ചോദ്യം നോക്കില്ലേ, ഒരു ലാഗുമില്ല, SLC ആയല്ലോ. 4 മാർക്ക് ഷുവർ ക്വസ്റ്റ്യൻ, 4 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. പഞ്ചാര കുഞ്ചുകളെ 4 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ. എടാ ബോക്സിൽ നൽകിയിരിക്കുന്ന സൂചന വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അതായത് ഈ സൂചന വിശകലനം ചെയ്യുക, എന്നിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്നു. ഓക്കെ, നോക്കാം. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ദ അൺകൺട്രോൾഡ് ഡിവിഷൻ. ഈ ഒരു സാധനം ഉണ്ടാവുന്നത് അൺകൺട്രോൾഡ് ഡിവിഷൻ ഓഫ് സെൽസ് ഇങ്ങനെ അൺകൺട്രോൾ, ഒരു കൺട്രോൾ ഇല്ലാതെ ഡിവിഷൻ ചെയ്ത് ആൻഡ് ദർ സ്പ്രെഡിങ് ടു അതർ ടിഷ്യൂസ്. എന്നിട്ട് മറ്റു ടിഷ്യൂസിലേക്ക് അത് സ്പ്രെഡ് ചെയ്യുന്നു. എന്താ അത്? കിട്ടിയില്ലേ? ക്യാൻസർ അല്ലേ? കിട്ടി എനിക്കറിയാം. ഓക്കെ, വിച്ച് ഡിസീസ് മെൻഷൻഡ് എബോവ്? ഇവിടെ മെൻഷൻ ചെയ്ത പരാമർശിച്ച രോഗം ഏത്? സിമ്പിൾ, ക്യാൻസർ ആണ്. ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അതായത് ഒന്നുമില്ല, അനിയന്ത്രിത കോശവിഭജനം. ഇങ്ങനൊരു ടേമുകൾ കണ്ടോ? അൺകൺട്രോൾഡ് ഡിവിഷൻ അങ്ങനെയുള്ളൊരു ടേം കണ്ടോ? പിന്നെ നിങ്ങൾ ഒന്നും ചിന്തിക്കരുത്. ആൻസർ എന്താണ്? ക്യാൻസർ ആണ്. ആ രോഗം ക്യാൻസർ ആണ്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ആർ ദ കോസ് ഓഫ് ദിസ് ഡിസീസ്? ഇതിന്റെ കാരണങ്ങൾ എന്ത്? ക്യാൻസർ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്ത്? ഈ രോഗത്തിന്റെ കാരണങ്ങൾ എന്ത്? എന്തെല്ലാം കാരണങ്ങളാ? ഇതൊക്കെയാണ് അതിന്റെ കാരണങ്ങൾ. സിമ്പിളാണ്. പരിസ്ഥിതി ഘടകങ്ങൾ ഒരു കാരണമാണ്, പുകവലി ഒരു കാരണമാണ്, വൈറസ് ഒരു കാരണമാണ്, റേഡിയേഷൻ അല്ലെങ്കിൽ വികിരണം ഒരു കാരണമാണ്, ഹെറിഡിറ്ററി ഫാക്ടർ അല്ലെങ്കിൽ പാരമ്പര്യ ഘടകം ഒരു കാരണമാണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള 2 ഞാൻ പറഞ്ഞുതരാം. 1 സ്മോക്കിംഗ് അല്ലെങ്കിൽ പുകവലി, 2 വൈറസ്. സിമ്പിളായിട്ട് പഠിച്ചൂടെ? സിമ്പിളായിട്ട് എഴുതാം, സിമ്പിളായിട്ട് പഠിക്കാം. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ നോക്കാം. മൂന്നാമത്തെ ചോദ്യം, ഏറ്റവും നേരത്തെ രോഗബാധ തിരിച്ചറിയുക എന്നത് ഈ രോഗത്തിന്റെ ചികിത്സയിൽ നിർണായകമാണ്. എന്തുകൊണ്ട്? ഏർലി ഡയഗ്നോസിസ് ഈസ് ക്രൂഷ്യൽ ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ദിസ് ഡിസീസ്. ഈ ഡിസീസിന്റെ കേസിൽ ഏർലി ഡയഗ്നോസിസ്, പെട്ടെന്ന് രോഗം തിരിച്ചറിയൽ വളരെ ക്രൂഷ്യലാണ്, അല്ലെങ്കിൽ വിഷയമാണ്, അല്ലെങ്കിൽ പ്രശ്നമാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ രോഗം മൂർച്ഛിച്ച അവസ്ഥയിൽ, രോഗം ഇങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചറിയണത്. അങ്ങനെയെങ്കിൽ പിന്നെ നമ്മൾ ആ രോഗിനെ രക്ഷപ്പെടുത്താന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. ആസ് റിക്കവറി ഫ്രം ദ ഡിസീസ് ഈസ് ഡിഫിക്കൽട്ട് ഇൻ ദ ഡിസീസ് ബിക്കം സീവിയർ. രോഗം മൂർച്ഛിച്ച അവസ്ഥയിൽ, രോഗം ഭയങ്കര സീവിയർ ആയി കഴിഞ്ഞാൽ പിന്നെ രോഗമുക്തി പ്രയാസകരമാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് നമ്മൾ നേരത്തെ ഡിറ്റക്ട് ചെയ്യണം എന്ന് പറയുന്നത്. ഇനി ഇവിടെ വേറെ 2 കാര്യങ്ങൾ കൂടി നിങ്ങൾ പഠിച്ചു വെക്കാം. അതായത് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ. 1 സർജറി, 2 റേഡിയേഷൻ തെറാപ്പി, 3 കീമോതെറാപ്പി, വികിരണ ചികിത്സ, രാസചികിത്സ, ശസ്ത്രക്രിയ. അതും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് പഠിക്കുക. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടി. 3 ചോദ്യം 3 മാർക്ക്. ഞാൻ 4 മാർക്കല്ലേ പറഞ്ഞിരുന്നത്. ഒരു ചോദ്യം കൂടി പിടിച്ചോ. HIV ബാധിക്കുന്ന കോശാംഗം ഏത്? വിച്ച് സെൽ അഫക്റ്റഡ് ബൈ HIV വൈറസ്? ആരാ HIV വൈറസ്? എയ്ഡ്സിന് കാരണമാകുന്ന വൈറസ്. ഈ എയ്ഡ്സിന് കാരണമാകുന്ന HIV വൈറസ് ബാധിക്കുന്ന കോശം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആൻസർ ചെയ്യണം ലിംഫോസൈറ്റ്. എന്താ പേര്? ലിംഫോസൈറ്റ് എന്ന് പറയുന്ന കോശത്തിനാണ് ആര് ബാധിക്കുക? HIV ബാധിക്കുക. ഈ ലിംഫോസൈറ്റിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയും എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, ഗുഡ് ബൈ.